ഹായ്, കുറേ കാലമായി നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ വർക്ക് വിസയിൽ വന്നിട്ടുള്ള 10 പേരും അവർ എക്സാമിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് അവർക്ക് എക്സാം കിട്ടിയിരുന്നില്ല ചെറിയൊരു വിഷയം കാരണം. അതുപോലെ തന്നെ രണ്ടാമത് എഴുതിയിട്ട് അവരെല്ലാവരും എക്സാമിൽ നല്ല മാർക്കോടുകൂടി തന്നെ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിരുന്നു. ഫസ്റ്റത്തെ ഒരു എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പാസ്സായതാണ്, അവർ ടെസ്റ്റൊക്കെ പാസ്സായതാണ്. പക്ഷേ അതിൽ ഇവർക്ക് പഠിപ്പിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കാത്ത, അത് വളരെ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആളുകൾക്കൊക്കെ ചോദിക്കുന്ന പോലുള്ള, വളരെ റഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പോലുള്ള വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അവർക്ക് പെട്ടെന്ന് അത് കാരണം ഒരു പുറത്ത് രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്നിരുന്നാലും എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ട് അത് പഠിച്ച് റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായി. അപ്പോൾ അവർക്ക് ഇപ്പോൾ എല്ലാവരും ജോലിയിലേക്ക് ഓൾറെഡി എൻ്ററായി, എല്ലാവരും ജോലിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ വിസ ലാഗിങ് വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് എന്താ ഏജസ് ബ്രോ, വിസ ഇത്ര അധികം ലാഗ് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് ജാസ്. അപ്പം ഇന്ന് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്പ്രോ നിങ്ങൾ വഴി നേരത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നത്, അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിലെ ഒരു കമ്പനി ഡയറക്റ്റ് വിസ കൊടുക്കുമ്പോഴാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നത്. അവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് റഷ്യൻ ലാംഗ്വേജ്, ഹിസ്റ്ററി, ലോ, അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ പേര് നമ്മൾ പറയാൻ പഠിക്കുക, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറയാൻ പഠിക്കുക, നമ്മുടെ വയസ്സ് പഠിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ദിൻ റസ്ദീന്, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പഠിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ എവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റഷ്യയിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പേരെങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമൊക്കെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാക് തിബിയ സബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ്, അതുപോലെ തന്നെ അദ്കുദാബു പ്രിയഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് വേറെ രീതിയിലും ചോദിക്കാം, കക്വാസ് ത്രാണബു പ്രിയഹൽ എന്നും ചോദിക്കാം, അതുപോലെ തന്നെ കക്വാസ് സബൂത്ത് എന്ന് ചോദിക്കാം, അതുപോലെ പ്രതിസാവിസ്യ എന്ന് ചോദിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ കവാംലിയത്ത് എത്ര വയസ്സെന്ന് ചോദിക്കാം, അല്ലെ നസ്വായിസ്ത ഭാഷ വോസ്റസ് എന്ന് ചോദിക്കാം, അതുപോലെ തന്നെ കഗ്ദവാസ് ദിൻ റസ്ദീനെ ചോദിക്കാം, എപ്പോഴാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ 100% ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. സ്കൂൾക്ക് ചില്ലാബിയൊക്കെ ജിവോത് വാഷ് ഗോറത്ത്, എത്ര ആളുകൾ നിങ്ങളെ ടൗണിൽ താമസിക്കുന്നത്, സ്റ്റേറ്റിൽ താമസിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ അക്കോയ വാഷ് ലൂപ്പിമായ ബ്ലൂദ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, വയസ്സ്, പിന്നെ എവിടുന്ന് വരുന്നത് എന്നുള്ളത്, കിജബ് ഉച്ചീൽസ എന്ന് ചോദിക്കാം, നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളതൊക്കെ ചോദിക്കാം. ഇങ്ങനെയുള്ള പല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരോടത്ത് ചോദിക്കും. അത് വളരെ ഈസിയാണ്, ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. നമുക്ക് ഏകദേശം റഷ്യൻ ലാംഗ്വേജ് ഓൾമോസ്റ്റ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷേ ഇനസ്ത്രാന ഗ്രാസ്ദാനിൻ, അതായത് ഇന്റർനാഷണൽ സിറ്റിസൺ റഷ്യയിൽ വന്നിട്ട് ഈ ഒരു ഭാഷയൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആളുകളെല്ലാവരും പരീക്ഷ അവർ നല്ല എഫേർട്ട് എടുത്തിട്ട് അവർ പരീക്ഷ എഴുതിയിട്ട് അവരെ നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു, കുത്തിയിരുന്ന് പഠിച്ചു. ലാംഗ്വേജ്, ഹിസ്റ്ററി, ലോ
പഠിച്ചു, അവർ പാസ്സായി. ഇപ്പം കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറിയിൽ അവരെല്ലാവർക്കും അവർക്ക് പലരും പഠിച്ചിട്ടുള്ള പ്രൊഫഷനിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇപ്പം എന്തായി ബ്രോ പുതിയ വിസൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തായി, പുതിയ വിസ കിട്ടുന്നുണ്ടോ? യെസ്, വിസ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കാരണം ഇവിടുത്തെ ചില 2025 ഏപ്രിലിന് ശേഷം വന്ന പുതിയ നിയമങ്ങളൊക്കെ അനുസരിച്ച് റഷ്യ വിസ ചെറിയൊരു ലാഗിങ് വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും വിസ 100% കിട്ടുന്നതായിരിക്കും. പക്ഷേ വെയിറ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കുക. പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് വിചാരിച്ചാൽ നമുക്കത് ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ 2024 മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2018, 2017 ആ ഒരു കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് റഷ്യൻ വർക്ക് വിസ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഒരുപാട് ഇന്ത്യൻസ് റഷ്യയിലേക്ക് കയറി വരുന്നത് കാരണം തന്നെ റഷ്യൻ വിസ കിട്ടാനായിട്ട് അത്യാവശ്യം ഒരു 6-7 മാസമൊക്കെയാണ് വരുന്നത്. 8 മാസം വരെയൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ആരും ടെൻഷൻ ആവണ്ട, വിസ എന്തായാലും കിട്ടും. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് കോൺട്രാക്ട് ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത് മാത്രം കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി വിസ സ്റ്റാമ്പിങ്ങിന് ശേഷം കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രൊസീജിങ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഒറ്റയടിക്ക് ഫുൾ എമൗണ്ട് കൊടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വിസ ഈ ഒരു കമ്പനി ഡയറക്റ്റ് വിസയ്ക്ക് ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറി വരാം. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറി വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കമ്പനി വെക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. അപ്പോൾ ഒരുപാട് തെറ്റായ പ്രചരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ പലതരത്തിലുള്ള ഈ സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഇപ്പം സോച്ചി, ക്രസ്നദാറിലുള്ള കുബാൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഓൾമോസ്റ്റ് സ്റ്റുഡൻസിനെയും നാട്ടിലേക്ക് തിരിച്ചയച്ചു. അപ്പം വളരെ റയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. കാരണം അവർ ഫസ്റ്റ് ബാച്ചിൽ അവർ ഫുള്ളായിട്ട് 1 വർഷം വരെ നിൽക്കാൻ പറ്റി. സെക്കൻഡ് ബാച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. കാരണം മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് പല കുട്ടികളും ക്ലാസ്സിന് പോകുന്നില്ല. അവർ ജോലി അന്വേഷിച്ച് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അർജൻറ്റ് മെസ്സേജ് വരികയാണ്. Within 5 days you must have to go to the India എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മെസ്സേജ് എല്ലാവരുടെയും ഫോണിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരിത് കേൾക്കുമ്പോൾ ഷോക്കാണ്. അപ്പം പെട്ടെന്ന് എടുത്തു ചാടി നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെ പോവാതിരുന്നു കഴിഞ്ഞാൽ അത് റഷ്യൻ ലോക്ക് എതിരാണ്. അപ്പോൾ അത് വലിയൊരു വിഷയത്തിലേക്ക് പോകും, ഫൈനാവും. അതുപോലെ തന്നെ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അനധികൃതമായിട്ട് റഷ്യയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റഷ്യൻ ഗവൺമെൻറ്റിനെ കബളിപ്പിച്ച് ഇല്ലീഗലായിട്ട് നിൽക്കുകയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാകും. അത് വലിയ പ്രശ്നത്തിലേക്ക് വേറെ പോകും. അങ്ങനെ പല പ്രോബ്ലംസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ലീഗലായിട്ട് ഇവിടെ നിൽക്കാൻ നോക്കുക. ഇല്ലീഗൽ വഴി എല്ലാം ഉപേക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനി റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.